ഹായ് ഫ്രണ്ട്സ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിസ്കോയുടെ സ്വിച്ചുകളെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിസ്കോയുടെ റൂട്ടറുകളെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് സിസ്കോയുടെ എത്ര ടൈപ്പ് മോഡലുകളുള്ള സ്വിച്ച് ഉണ്ട് എന്നുള്ളതും അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകത എന്തൊക്കെയാണ് എന്നുള്ളതായിരുന്നു നോക്കിയിരുന്നത്. ഇന്ന് സിസ്കോയുടെ റൂട്ടറിനെ കുറിച്ചും ഏതെല്ലാം മോഡലുകളുള്ള റൂട്ടർ ഉണ്ട് എന്നും റൂട്ടർ എന്താണ് എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് CCNA എന്ന് പറയുന്ന കോഴ്സിൽ നമ്മൾ സിസ്കോയുടെ റൂട്ടറുകളെക്കുറിച്ചും സ്വിച്ചുകളെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ റൂട്ടറിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. എന്താണ് ഒരു റൂട്ടർ എന്ന് പറയുന്നത്? റൂട്ടർ എന്ന് പറഞ്ഞാൽ ലാനുകളെ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സ്വിച്ച് എന്ന് പറയുന്നത് ഒരു ലാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. റൂട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ലാനുകളെ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ്. നമുക്കൊരു എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് എവിടെയാണ് റൂട്ടർ വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ആദ്യം സ്വിച്ചിൻ്റെ സിമ്പൽ, ഇപ്പോൾ നമ്മുടെ ലാബുകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. സ്വിച്ചിൻ്റെ സിമ്പൽ നമ്മൾ ഒരു ബോക്സ് വരച്ചതിന് ശേഷം 2 ആരോ മാർക്ക് ഇങ്ങനെ ഇട്ടിട്ട് 2 ആരോ മാർക്ക് ലെഫ്റ്റിലോട്ടും 2 ആരോ മാർക്ക് പുറത്തോട്ടും വരച്ചാൽ ഇത് സ്വിച്ചിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി നേരെ മറിച്ച് നമ്മൾ റൂട്ടറിലോട്ട് വരികയാണെന്ന് വിചാരിക്കുക. റൂട്ടറിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? റൂട്ടറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു റൗണ്ട് വരയ്ക്കുക, എന്നിട്ട് 2 ആരോ മാർക്ക് ഉള്ളിലോട്ടും 2 ആരോ മാർക്ക് പുറത്തോട്ടും ഇട്ട് കഴിഞ്ഞാൽ ഇത് റൂട്ടറാണ്. ഇങ്ങനെയാണ് നമ്മൾ ചിത്രങ്ങളിലൊക്കെ റെപ്രസെൻ്റ് ചെയ്യുക റൂട്ടറിനെയും സ്വിച്ചിനെയും. ഇനി റൂട്ടർ എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അല്ലേ. അപ്പോൾ റൂട്ടർ എന്താണ് എന്നുള്ളത് ഡിഫറെൻറ്റ് ലാനുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാനാണ് റൂട്ടർ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഡിഫറെൻറ്റ് ലാനുകൾ എങ്ങനെയാണ് പരസ്പരം കണക്ട് ചെയ്യുക? ഞാനിപ്പോൾ ഒരു ലാൻ ഉണ്ടാക്കാം. ലാൻ ഉണ്ടാക്കണമെങ്കിൽ എന്താ വേണ്ടേ? ആദ്യം നമ്മുടെ കയ്യിൽ സ്വിച്ച് വേണം. അപ്പോൾ ഒരു സ്വിച്ച്, ഇത് സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യുന്ന PC കളാണെന്ന് വിചാരിക്കുക. ഇപ്പം ഞാനിവിടെ ഒരു 4 PC വരച്ചു. ഇത് സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തു. PC-കൾക്ക് IP കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിന് 10.0.0.1, ഇതിന് .2, ഇതിന് .3, ഇതിന് .4 എന്ന് വെച്ചാൽ 10.0.0.1, 10.0.0.2, 10.0.0.3, 10.0.0.4. അപ്പോൾ ഇതൊരു ലാനായി. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കാരണം ഇതിന് ഒരേ റേഞ്ചുള്ളൊരു IP ആണ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. തൊട്ടിപ്പുറത്ത് ഞാൻ വേറൊരു ലാന് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ഇതേപോലെ തന്നെ ഒരു 4 PC വെച്ചു. ഈ 4 PC-കൾക്കും ഞാൻ ഒരേ റേഞ്ചിൽ വരുന്നൊരു IP കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിന് ഞാൻ 20.0.0.1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4 എന്ന് വെച്ചാൽ 20.0.0.1, 20.0.0.2, 20.0.0.3, 20.0.0.4. ഇത് 2 സ്വിച്ച്, 2 നെറ്റ്വർക്കാണ്. ഇവിടെ 2 ലാൻ ഉണ്ട്. ഇതിന് നമുക്ക് ലാൻ 1 എന്ന് വിളിക്കാം, ഇവിടെ നമുക്ക് ലാൻ 2 എന്ന് പറയാം. അപ്പോൾ ലാൻ 1ഉം ലാൻ 2ഉം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്വിച്ചിനെ കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു സ്വിച്ചിൽ നിന്നൊരു കേബിൾ എടുത്തിട്ട് ഈ സ്വിച്ചിലോട്ട് കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന കേബിൾ എന്ന് പറയുന്നത് ക്രോസ് ഓവർ ക്രിമ്പിംഗ് ആയിരിക്കണം കേട്ടോ. ഒരേ ഡിവൈസുകളാണ്. ഇവിടെ സ്വിച്ചാണ്, ഇവിടെ സ്വിച്ചാണ്. അപ്പോൾ ക്രോസ് ഓവർ ഇവിടെ നിങ്ങൾ T568A കൊണ്ട് ചെയ്താൽ ഇവിടെ നിങ്ങൾ B കൊണ്ട് ചെയ്യണം. അല്ല, നിങ്ങൾ ഈ കേബിളിൻ്റെ അറ്റം B കൊണ്ടാണ് ചെയ്യുന്നെങ്കിൽ ഇവിടെ A കൊണ്ട് ചെയ്യണം. ഇവിടെ ഉപയോഗിക്കേണ്ട കേബിൾ ഏതാണ്? നമ്മളിതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇവിടെയൊക്കെ ഉപയോഗിക്കേണ്ടത് സ്ട്രേറ്റ് ത്രൂ കേബിളാണ്. അപ്പോൾ ഇവിടെ A ചെയ്താൽ ഇവിടെ A തന്നെ ചെയ്യണം. ഇവിടെ B ചെയ്താൽ ഇവിടെ B തന്നെ ചെയ്യണം. ഇവിടെ A ചെയ്താൽ ഇവിടെ A ചെയ്യണം. ഇവിടെയാണ് B ചെയ്യുന്നതെങ്കിൽ ഇവിടെയും B ചെയ്യണം. ഇവിടെ B ചെയ്താൽ ഇവിടെ B ചെയ്യണം. ഇവിടെ B ചെയ്താൽ ഇവിടെയും B ചെയ്യണം. ഇവിടെ A ചെയ്താൽ ഇവിടെയും A ചെയ്യണം. ഇവിടെ A ചെയ്താൽ ഇവിടെ A ചെയ്യണം. അപ്പോൾ സ്ട്രേറ്റ് ത്രൂ, കാരണം ഡിഫറൻറ്റ് ഡിവൈസ്, ഒന്ന് സ്വിച്ചും ഒന്ന് PC ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ക്രോസ് ഓവറിൻ്റെ കേബിളിൻ്റെ നമ്മൾ സിമ്പിൾ ഇങ്ങനെ ഒറ്റ ലൈനല്ല വരയ്ക്കൽ. ഇപ്പോൾ ക്രോസ് ഓവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളിനിയിപ്പോൾ പാക്കറ്റ് ട്രേസർ പോലുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അതിൽ ക്രോസ് ഓവർ കേബിളും കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ സാധാരണ നമ്മളിങ്ങനെ ഒറ്റ ലൈനിന് പകരം നമ്മളിങ്ങനെ ലൈൻ ഇട്ടിട്ട് ഇങ്ങനെ, ഇതാണ് ക്രോസ് ഓവർ കേബിൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇട്ട് കണക്ട് ചെയ്താലാണ്. അപ്പോൾ ക്രോസ് ഓവർ കേബിൾ ഇട്ട് കണക്ട് ചെയ്തു എന്ന് തന്നെ വിചാരിക്കാം. ഈ ക്രോസ് ഓവർ കേബിൾ ഇട്ട് കണക്ട് ചെയ്താലും ഈ 2 ലാനുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഇവിടെ
കാരണം ഒരു ലാന് 10 എന്ന് പറയുന്ന നെറ്റ്വർക്കാണ്. 10.0.1, 10.0.2, 10.0.3 ആ നെറ്റ്വർക്കാണ്. തൊട്ടിപ്പുറത്തിരിക്കുന്ന ലാനോ ഇത് 20 എന്ന് പറയുന്ന നെറ്റ്വർക്കാണ്. ഇത് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യില്ല. ഇനി നേരെ മറിച്ച് ഞാനിപ്പോൾ ഈ പീസുകൾ ഉണ്ടല്ലോ, രണ്ടാമത്തെ ലാന്, അതിൻ്റെ IP വന്നിട്ട് 10.0.5, 6, 7, 8 അങ്ങനെ ആക്കുവാണെങ്കിൽ 10ൻ്റെ റേഞ്ച് ആണല്ലോ. അപ്പോൾ സ്വിച്ചും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കാരണം അത് സെയിം നെറ്റ്വർക്കാണ്. അപ്പോൾ സെയിം നെറ്റ്വർക്കുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ നമുക്ക് റൂട്ടറിൻ്റെ ആവശ്യമില്ല. റൂട്ടർ എവിടെയാണ് വരുന്നത്? ഞാനിപ്പോൾ ഇവിടെ 10 കൊടുത്തിട്ടില്ല, 20 തന്നെയാണെന്ന് വിചാരിക്കുക. ഇവർ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ടർ ആവശ്യമുണ്ട്. റൂട്ടർ ഇല്ലാതെ ഈ 2 ലാനുകളെ തമ്മിൽ നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെയാണ് റൂട്ടർ വരിക. അപ്പോൾ ഇങ്ങനെ ക്രോസ് ഓവർ കേബിൾ ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ നമ്മൾ ഈ ക്രോസ് ഓവർ കേബിൾ ഇട്ടിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ ക്രോസ് ഓവർ കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഒരേ നെറ്റ്വർക്ക് ആണെങ്കിൽ പറ്റും എന്ന് പറഞ്ഞു അല്ലേ? അപ്പോഴാണ് നമ്മളിവിടെ എന്ത് ചെയ്യുക? റൂട്ടറിൻ്റെ ഉപയോഗം വരിക. ഇപ്പോൾ നമ്മളൊരു റൂട്ടർ മേടിച്ചു. സിമ്പിൾ മാറിപ്പോയി. 2 ആരോമാർക്ക് ഉള്ളിലോട്ടും 2 ആരോമാർക്ക് പുറത്തോട്ടും. റൂട്ടർ മേടിച്ചിട്ട് ഈ ലാനിനെ ഞാൻ ഈ റൂട്ടറുമായിട്ട് ബന്ധിപ്പിക്കുന്നു, ഈ ലാനിനെ ഈ റൂട്ടറുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അപ്പോൾ 2 ലാനിനെയും കണക്ട് ചെയ്യാനുള്ള പോർട്ട് ആർക്ക് വേണം? റൂട്ടറിന് വേണം അല്ലേ? റൂട്ടറിൻ്റെ പോർട്ടിനെ കുറിച്ചൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ പറയാം. അപ്പോൾ ഈ റൂട്ടർ ഉപയോഗിച്ചിട്ട്, ഇപ്പോൾ ഇതാണ് റൂട്ടർ. അങ്ങനെ റൂട്ടർ ഉപയോഗിച്ചിട്ട്, അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ട കേബിൾ നോക്കിയേ, നെറ്റ്വർക്ക് കേബിൾ തന്നെ ഉപയോഗിക്കുക. ഇവിടെ ഏത് ക്രിമ്പിങ്ങാ? ഇവിടെ റൂട്ടറും ഇവിടെ സ്വിച്ചുമാണ്. അപ്പോൾ 2 എൻഡിലും ഡിഫറൻറ്റ് ഡിവൈസ് അല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ഉപയോഗിക്കണം? PC-നെ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ച അതേ കേബിൾ തന്നെയാണ്, സ്ട്രേറ്റ് ത്രൂ കേബിൾ തന്നെ ഉപയോഗിക്കണം. അങ്ങനെ റൂട്ടറിലോട്ട് കണക്ട് ചെയ്തിട്ട് റൂട്ടർ വഴിയാണ് നമുക്ക് ഈ 2 നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റൂട്ടർ എന്ന് പറയുന്നത് 2 ലാനുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ 2 2-ലധികമോ വ്യത്യസ്ത ലാനുകളെ, സെയിം ലാനല്ല, വ്യത്യസ്ത ലാനുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിന് പറയുന്ന പേരാണ് എന്ത്? റൂട്ടർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് റൂട്ടറിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയുന്നത്. നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലോട്ട് തന്നെ പോവാം. അപ്പോൾ സിസ്കോ റൂട്ടർ എന്താണ്? സിസ്കോയുടെ റൂട്ടറുകൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നത് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സിസ്കോ റൂട്ടേഴ്സ് ആർ പവർഫുൾ നെറ്റ്വർക്ക് ഡിവൈസസ് യൂസ്ഡ് ടു കണക്ട് ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണ്. ആൻഡ് സിസ്കോ ഓഫേഴ്സ് മൾട്ടിപ്പിൾ റൂട്ടേഴ്സ് മോഡൽ ഫോർ ഹോം ലാബ്സ്, എൻ്റർപ്രൈസ്, ISP ആൻഡ് ഡാറ്റാ സെൻറ്റർ. ഇപ്പോൾ നേരത്തെ നമ്മൾ സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സ്വിച്ചിന് ഒരുപാട് മോഡലുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതേപോലെ സിസ്കോയുടെ റൂട്ടറുകളും മൾട്ടിപ്പിൾ ആയിട്ടുള്ള മോഡലുകളുണ്ട്. അത് പലതും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഹോം ലാബിന് വേണ്ടിയിട്ട്, എൻ്റർപ്രൈസ് നെറ്റ്വർക്കിന് വേണ്ടിയിട്ട്, ISP നെറ്റ്വർക്ക്സിന് വേണ്ടിയിട്ട്, ഡാറ്റാ സെൻറ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ട് സിസ്കോയുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡലുകളുള്ള റൂട്ടറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതിൽ എന്താണ് സിസ്കോ റൗട്ടർ എന്നുള്ളത്? ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതിൽ സിസ്കോ റൂട്ടർ ഈസ് എ ലെയർ 3 നെറ്റ്വർക്ക് ഡിവൈസ് എന്ന് എഴുതിയിട്ടുണ്ട്. ലെയർ 3, സ്വിച്ച് എന്ന് പറയുന്ന ലെയർ 2 ആണ്. ഈ ലെയറിനെ കുറിച്ച് നമ്മൾ ക്ലാസ് എടുത്തിട്ടില്ല. ലെയറിനെ കുറിച്ച് വരും ക്ലാസ്സുകളിൽ പറയാൻ പോകുന്നുള്ളൂ. ഈ ലെയർ എന്താണെന്ന് വെച്ചാൽ, ഈ നെറ്റ്വർക്കിൽ ഡാറ്റകൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഡാറ്റകൾ ഒരു PC-യിൽ നിന്ന് അടുത്തൊരു നെറ്റ്വർക്കിലോട്ട്, ഒരു നെറ്റ്വർക്കിൽ നിന്ന് വേറൊരു നെറ്റ്വർക്കിലോട്ട് സഞ്ചരിക്കുന്നു എന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ഫോർമാറ്റ്. ഡാറ്റകൾ ഇങ്ങനെയൊക്കെ വേണം പോകാൻ, ഡാറ്റകൾ ഇത്ര വെച്ചിട്ട് വേണം പോകാൻ, ഇന്ന കേബിളിൽ ഇന്ന ഡയറക്ഷനിൽ ഇന്ന വഴി കൂടെയാണ് ഡാറ്റ പോകേണ്ടത് എന്നൊരു സ്ട്രക്ചർ ഉണ്ടല്ലോ. ഒരു ഡാറ്റ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു സ്ട്രക്ചർ IEEE എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവർ ഈ ഡാറ്റകൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ലെയർ ഉണ്ട്, ISO ലെയർ എന്ന് പറയും. ISO ലെയർ എന്ന് പറഞ്ഞാൽ ഡാറ്റകൾ ഏതിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ 7 ലെയറായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ ഡാറ്റ ട്രാൻസ്മിഷൻ അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 7 ലെയറായിട്ട്. ലെയർ 1, ലെയർ 2, ലെയർ 3, ലെയർ 4, ലെയർ 5, ലെയർ 6, ലെയർ 7. അപ്പോൾ ഓരോ ലെയറിലും ഓരോരോ ഡിവൈസ് ഉണ്ട്. കാരണം ഡാറ്റ സ്വിച്ചിലെത്തി, സ്വിച്ചിൽ നിന്ന് റൂട്ടറിലെത്തി, റൂട്ടറിൽ നിന്ന് കേബിളിലൂടെ സഞ്ചരിച്ച് അപ്പുറത്തെ നെറ്റ്വർക്കിൻ്റെ റൂട്ടറിലെത്തി, അവിടുന്ന് സ്വിച്ച് അങ്ങനെ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ 7 ലെയർ ഉണ്ട്. അപ്പോൾ ഓരോ ലെയറിലും എന്തൊക്കെയാണ് ഡാറ്റകൾക്ക് മാറ്റം സംഭവിക്കുന്നത്, ഇവിടുന്ന് ഒരു ഡാറ്റ അപ്പുറത്തോട്ട് അയച്ചാൽ അതേ ഫോർമാറ്റിൽ അവിടെ എത്തുന്നില്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു 7 ലെയർ ഉണ്ട്.
ആ ലെയറിനെ കുറിച്ച് നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ റൂട്ടറെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അതിൽ ലെയർ 3 ഡിവൈസ് ആണ് എന്ന് അറിഞ്ഞു വെക്കുക. സ്വിച്ച് എന്ന് പറയുന്ന ലെയർ 2 ആണ്. ഞാൻ OSI ലെയറിൽ വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഡിഫറൻറ്റ് നെറ്റ്വർക്കുകൾ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെയാണ് ഡാറ്റകൾ അയക്കുന്നത്? റൂട്ടറിലോട്ട് ഡാറ്റ എത്തി അടുത്ത നെറ്റിലോട്ട് അയക്കുന്നത് റൂട്ടർ എന്ത് നോക്കിയിട്ടാണ്? IP നോക്കിയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സ്വിച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്വിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണെന്നാണ് പറഞ്ഞത്? IP അഡ്രസ്സ് അല്ല. സ്വിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും MAC അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ റൂട്ടർ ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? IP അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതാണ് റൂട്ട് ഡാറ്റ ബേസ്ഡ് ഓൺ IP അഡ്രസ്സ്. IP അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഡാറ്റകളെ റൂട്ട് ചെയ്യുന്നത്. അതിൽ എങ്ങനെയാണ് എത്തുന്നത്? ഒരു ഡെസ്റ്റിനേഷനോട് എത്താൻ വേണ്ടിയിട്ട് ബെസ്റ്റ് റൂട്ട്. ഇപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു വലിയൊരു കമ്പനിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു 10 നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ ഈ 10 നെറ്റ്വർക്കുകളും നമ്മൾ റൂട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഒരു നെറ്റ്വർക്കിൽ നിന്ന് വേറൊരു നെറ്റ്വർക്കിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ വഴിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉദാഹരണമായിട്ട് ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്യുമ്പോഴേ നമുക്ക് പോകേണ്ട ഒരു സ്ഥലം ഡെസ്റ്റിനേഷൻ വെച്ച് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ 4-5 വഴി ഉണ്ടാവില്ലേ? 4-5 വഴി കൂടെ പോയാലും നമുക്ക് ആ സ്ഥലത്തെത്താം. ഇപ്പം ഞാനിപ്പോൾ കോഴിക്കോട് നിന്ന് ഞാൻ എറണാകുളം പോകാമെന്ന് വിചാരിക്കുക. ഞാൻ ഗൂഗിൾ മാപ്പിൽ എൻ്റെ കോഴിക്കോട് ഇട്ടിട്ട് ഞാൻ എറണാകുളം അടിച്ചപ്പോൾ അപ്പോൾ എന്താ സംഭവിക്കുക? ഒരുപാട് വഴികളുണ്ട്. അതിൽ ബെസ്റ്റ് റൂട്ടല്ലേ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരിക? അതേപോലെ നമ്മുടെ നെറ്റ്വർക്കിൽ നമ്മൾ ഈ ഡിവൈസിനൊക്കെ കണക്ട് ചെയ്ത് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെയൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മളൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ വഴിയുണ്ടെങ്കിൽ ഈ റൂട്ടർ തന്നെ ചില പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് പ്രോട്ടോക്കോൾ. ഈ പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിൽ ബെസ്റ്റ് റൂട്ട് കണ്ടെത്തിയിട്ട് അതിലൂടെ തന്നെ ഡാറ്റകൾ വിടുക. പ്രോട്ടോക്കോളിനെ കുറിച്ചും നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത്, ബെസ്റ്റ് റൂട്ട് കണ്ടെത്തിയിട്ട് അതിലൂടെ വിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് എങ്ങനെയാണ് റൂട്ടർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. റൂട്ടറിലോട്ട് ഡാറ്റ വന്നു കഴിഞ്ഞാൽ അതിനാണ് പാക്കറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ റൂട്ടർ നമ്മുടെ ഡാറ്റ, അത് ഈ OSI ലെയറിലാണ് ഡാറ്റ പാക്കറ്റ് ഫ്രെയിം എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റ് വരും കേട്ടോ. അപ്പോൾ റൂട്ടറിലോട്ട് എത്തുമ്പോൾ ഡാറ്റ പാക്കറ്റ് എന്ന് പറയുന്ന രൂപത്തിലാണ് വരിക. ഈ പാക്കറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ടർ നോക്കുക ഡെസ്റ്റിനേഷൻ IP ഏതാണെന്നാണ്. ഡെസ്റ്റിനേഷൻ IP എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങോട്ടാണ് പോകേണ്ടത്, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഏതാണെന്ന് നോക്കുക, അതിൻ്റെ IP നോക്കുക. എന്നിട്ട് റൂട്ടിൻ്റെ കയ്യിലൊരു ടേബിൾ ഉണ്ടാവും, റൂട്ടിംഗ് ടേബിൾ. ആ റൂട്ടിംഗ് ടേബിളിൽ അങ്ങോട്ട് പോകാനുള്ള ബെസ്റ്റ് റൂട്ട് കണ്ടെത്തും, അതിലൂടെ ഡാറ്റകൾ എന്ത് ചെയ്യുന്നു? വിടുന്നു എന്നുള്ളതാണ്. നമുക്കത് വിശദമായിട്ട് നമുക്കതിൽ പഠിക്കാം. ഇപ്പോൾ റൂട്ടറിനെ കുറിച്ച് മാത്രം നിങ്ങൾ അറിഞ്ഞു വെക്കുക. റൂട്ടർ എന്ന് പറയുന്നത് വ്യത്യസ്ത നെറ്റ്വർക്കുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് റൂട്ടർ എന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി സിസ്കോയുടെ റൂട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് മോഡലുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ISPക്ക് വേണ്ടിയിട്ടുണ്ട്, ഡാറ്റാ സെൻറ്റേഴ്സിന് വേണ്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതിലൊക്കെ മോഡലുകൾ ഉണ്ടെന്നാണ്. സിസ്കോയുടെ മെയിനായിട്ടുള്ള 4 മോഡലുകളുണ്ട്. ഒന്ന് സിസ്കോയുടെ ISR റൂട്ടേഴ്സ് എന്ന് പറയും, ഇൻ്റഗ്രേറ്റഡ് സർവീസ് റൂട്ടർ, അതാണ് ISR. രണ്ടാമത്തെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ASR എന്ന് പറയും, അഗ്രിഗേഷൻ സർവീസ് റൂട്ടേഴ്സ് ഉണ്ട്. മൂന്നാമത്തെ CRS ഉണ്ട്, കരിയർ റൗട്ടിംഗ് സിസ്റ്റത്തിൽ വരുന്ന റൂട്ടേഴ്സ് ഉണ്ട്. പിന്നെ സ്മാൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇറക്കുന്ന റൂട്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ആദ്യം പറയുന്നത് സിസ്കോയുടെ ISR റൂട്ടേഴ്സാണ്. ISR റൂട്ടർ എന്ന് പറഞ്ഞാൽ സ്മാൾ ആൻഡ് മീഡിയം ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റൂട്ടറുകളെയാണ് നമ്മൾ സിസ്കോയുടെ ISR റൂട്ടർ എന്ന് പറയുക. ഇതിൻ്റെ മോഡൽ 2900 400 സീരീസും. ഇപ്പോൾ ഈ താഴെ ഈ കാണുന്നതാണ് റൂട്ടർ എന്ന് പറയുന്നത്. റൂട്ടർ സ്വിച്ച് നമുക്ക് വേഗം തിരിച്ചറിയാം. എങ്ങനെയെന്നറിയോ? റൂട്ടറിന് പോർട്ടുകളുടെ എണ്ണം കുറവായിരിക്കും. കാരണം റൂട്ടറിലോട്ട് നമ്മൾ PC ഒന്നും കണക്ട് ചെയ്യുന്നില്ലല്ലോ. റൂട്ടറിലോട്ട് നമ്മൾ ആകെ എന്താ കണക്ട് ചെയ്യുന്നത്? സ്വിച്ച് എന്നൊരു കണക്ഷനാണ് പോകുന്നത്. അപ്പോൾ റൂട്ടർ സ്വിച്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റൂട്ടറിന് എപ്പോഴും എന്തായിരിക്കും? പോർട്ടുകളുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ ഈ ചിത്രത്തിൽ തന്നെ കണ്ടില്ലേ, നമുക്ക് ആകെ എത്രയേ ഉള്ളൂ? കുറച്ച് പോർട്ട് ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ? പിന്നെ അഡീഷണലായിട്ട് പോർട്ടുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. എങ്കിൽ പോലും സ്വിച്ചിൻ്റെ അത്രയും പോർട്ടുകൾ ഒരിക്കലും റൂട്ടറിന് ഉണ്ടാവില്ല. ഈ 2 മോഡൽ 2900 4000 ഇത് 2 സീരീസാണ്. ഇപ്പോൾ 2900 പെട്ടതാണ് 2901. 2901 ഉണ്ട്, 2911 ഉണ്ട്. ഇതൊക്കെ ഓരോ റൂട്ടറാണ്. ഞാനിപ്പോൾ പിക്ചർ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ എടുത്തിട്ട് ഇവിടെ നമ്മൾ സിസ്കോ 2900 സീരീസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ 2900 സീരീസിൽ തന്നെ പെട്ടതാണ് 2901, 2911, 2921, 2951 ഒക്കെ സിസ്കോയുടെ ബ്രാഞ്ച് ഓഫീസുകളിലൊക്കെ ഉപയോഗിക്കുന്ന സ്മാൾ ബിസിനസ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റൂട്ടറാണ് എന്ന് പറയും. ഇപ്പോൾ ഇമേജസ് എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു റൂട്ടർ
2911 എന്ന് പറയുന്ന ഒരു റൂട്ടറാണിത്. ഈ റൂട്ടറിൻ്റെ സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും 2911 അതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇതിൻ്റെ പിക്ചറൊന്ന് വലുതാക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ 2911 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ റൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇതെവിടെയൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് പോർട്ടുകൾ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. റിയൽ റൂട്ടറിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. റിയൽ റൂട്ടറിൽ എടുത്തിട്ട് അതിൻ്റെ ഒരു കറക്റ്റായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കിയിട്ട് മനസ്സിലാക്കുക. ഇവിടെ റൂട്ടറിൻ്റെ പോർട്ടുകൾ കണ്ടോ, എതർനെറ്റ് പോർട്ട് തന്നെയാണ്. ഇവിടെ 2 USB പോർട്ടുണ്ട്. ഈ എതർനെറ്റ് പോർട്ടിൽ എഴുതിയിട്ടുണ്ട് അവിടെ കൺസോൾ എന്ന് എഴുതിയിട്ടുണ്ട്, ഓക്സ് എന്ന് എഴുതിയിട്ടുണ്ട്, GE എന്ന് എഴുതിയിട്ടുണ്ട്. GE എന്ന് പറഞ്ഞാൽ ജിഗാബിറ്റ് എതർനെറ്റ് ആണ്. GE02, ഇവിടെ GE01 എന്നുണ്ട്, ഇവിടെ GE00 എന്നുണ്ട്. എന്നുവെച്ചാൽ ഈ റൂട്ടറിന് 3 ജിഗാബിറ്റ് എതർനെറ്റ് പോർട്ടാണുള്ളത്. ഓക്കെ, ഇപ്പം അത്രയും മാത്രം മനസ്സിലാക്കി വെക്കുക. ഇത് കൺസോളാണ്, ഇതും കൺസോളാണ്, ഇത് ഓക്സിലറി പോർട്ടാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. റൂട്ടറിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു പവർ ഓൺ ഓഫ് ബട്ടൺ ഉണ്ടാവും. അതേപോലെ തന്നെ പവർ കൊടുക്കാനുള്ളൊരു പവർ ബട്ടണും ഈ റൂട്ടറിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് 2900 സീരീസിൽ പെട്ടിട്ടുള്ള 2911 എന്ന് പറയുന്ന മോഡൽ. പിന്നെ ഉള്ളത് 4000 സീരീസ് ആണ്. 4000 സീരീസിൽ പെട്ടിട്ടുള്ള റൂട്ടേഴ്സുകൾ. ഇത് 4000 സീരീസിൽ പെട്ടിട്ടുള്ള ISR റൂട്ടേഴ്സുകളാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 മോഡലുകളാണ് നമുക്ക് ISR റൂട്ടേഴ്സിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് സീരീസുകൾ കേട്ടോ. ഇനി നമുക്ക് അടുത്ത മോഡൽ നോക്കാം. അടുത്തത് വരുന്നതാണ് ASR, അഗ്രിഗേഷൻ സർവീസ് റൗട്ടർ. ഇത് കുറച്ചും കൂടെ ISP, നമ്മുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന് വേണ്ടിയിട്ടുള്ള കുറച്ചും കൂടെ ഹൈ പെർഫോമൻസിൽ കിട്ടാവുന്ന റൂട്ടറുകളാണ്. പക്ഷേ ഇതിൻ്റെ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മെമ്മറിയിലൊക്കെ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ പോലും കോൺഫിഗറേഷനിലും ആക്സസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് സിസ്കോ ASR സീരീസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ സീരീസിൽപ്പെട്ട റൂട്ടേഴ്സുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കുറച്ചും കൂടെ ഹൈ പെർഫോമൻസ് തരുന്നതാണ്. മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹൈ പെർഫോമൻസ് തരുന്നതാണ്. റേറ്റും കാര്യങ്ങളൊക്കെ ഇതിന് കൂടുതലാണ്. പിന്നെ അടുത്തൊരു മോഡലാണ് സിസ്കോയുടെ RV, സ്മോൾ ഓഫീസുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള റൂട്ടറുകളാണ്. ചെറിയ ഓഫീസുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇറക്കുന്ന റൂട്ടേഴ്സാണ് സിസ്കോയുടെ RV സീരീസ്. ഇത് നിങ്ങൾ RV സീരീസ് എന്ന് പറഞ്ഞ മോഡൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത്രയും മോഡലുകളാണ് സിസ്കോയുടെ റൂട്ടേഴ്സുകൾക്ക് വരുന്നത്. അപ്പോൾ റൂട്ടർ എന്താണ് എന്ന് മാത്രം നിങ്ങൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. റൂട്ടറുകൾ ഒന്ന്, വ്യത്യസ്ത ലാനുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാനാണ് റൂട്ടർ ഉപയോഗിക്കുന്നത്. റൂട്ടർ പല മോഡലുകളുണ്ട്. അത് ഓരോരോ പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ്. നെറ്റ്വർക്കിൻ്റെ സൈസും കമ്പനിയുടെ വലിപ്പം അനുസരിച്ചും നമ്മൾ ഉപയോഗിക്കേണ്ട റൂട്ടറിന് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. റൂട്ടറും സ്വിച്ചും തമ്മിൽ കാണുമ്പോൾ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ? സ്വിച്ചുകൾക്ക് പോർട്ടുകൾക്ക് എണ്ണം കൂടുതലായിരിക്കും, റൂട്ടറുകൾക്ക് പോർട്ടുകൾക്ക് എണ്ണം കുറവായിരിക്കും. കാരണം സ്വിച്ചിൽ നിന്ന് റൂട്ടറിലോട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റൂട്ടറിലോട്ട് നമ്മൾ ഒരിക്കലും PC നേരിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് റൂട്ടറുകൾക്ക് പോർട്ടുകളുടെ എണ്ണം കുറവായിരിക്കുമെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് സിസ്കോയുടെ റൂട്ടറുകളുടെ പോർട്ടുകളെ കുറിച്ച് പറയാം. കാരണം ഇപ്പോൾ സ്വിച്ചിൻ്റെ പോർട്ട് എന്തിനാ? PC കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. റൂട്ടറിൻ്റെ പോർട്ട് എന്തിനാ? സ്വിച്ചിൽ നിന്ന് റൂട്ടറിലോട്ട് കണക്ട് ചെയ്യാനാണ്. അപ്പോൾ ഏതൊക്കെ പോർട്ട് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഓക്സിലറി ഉണ്ട്, കൺസോൾ ഉണ്ട്, അങ്ങനെ ജിഗാബിറ്റ് എന്നൊക്കെ കാണുന്നുണ്ടല്ലോ. ആ പോർട്ടുകളെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് വരും അടുത്ത വീഡിയോയിൽ നമുക്ക് ഉപയോഗിക്കുക, ഏതൊക്കെ കേബിൾ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അടുത്ത വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. ഇതുവരെയുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടു പോവുക. ഇടയിൽ നിന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായി എന്ന് വരില്ല. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ OSI ലെയറിനെ കുറിച്ച് ഇനി പറയാനുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ഈ OSI ലെയറിനെ കുറിച്ചൊരു ക്ലാസ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ ലെയർ 3 ഡിവൈസ്, ലെയർ 2 ഡിവൈസൊക്കെ നിങ്ങൾക്ക് അവിടെ കണക്റ്റ് ആവും. പിന്നെ ഞാൻ റിയൽ റൂട്ടറിലും റിയൽ സ്വിച്ചിനെ കുറിച്ചും വീഡിയോ ചെയ്യുന്നുണ്ട്. 2 റൂട്ടറും സ്വിച്ചിനെ കുറിച്ച് ഒരു കറക്റ്റായിട്ടുള്ള ഒറിജിനൽ വീഡിയോ, പിക്ചർ അല്ലാതെ ഒരു റിയൽ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് വീഡിയോ കാണുക. നിങ്ങൾ സ്കിപ്പ് അടിച്ച് വിട്ട് കാണരുത്. അങ്ങനെ ഉണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഞാൻ ജോലിയായിട്ട് കുറച്ച് തിരക്കുകൾ കാരണം കൊണ്ടാണ് വീഡിയോ ചെയ്യാറുന്നത്. ഇനി ഞാൻ റെഗുലറായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും CCNA പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.